അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോയ്ക്ക് പകരം നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം ഞാൻ 2020 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 21 ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നത് നിർത്തിയതാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടും, പിന്നെ ബ്രേക്ക് എടുക്കും, അങ്ങനെ ഇങ്ങനെ പോയി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പിന്നെ വിചാരിക്കും, പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞ് വീഡിയോ ഇടാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്താ പറയുന്നത്, നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴേ ഒരു ദിവസം അങ്ങ് പോവും, അല്ലെങ്കിൽ കുറേ മണിക്കൂറുകൾ അങ്ങ് പോവും. പിന്നെ നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളും പെൻഡിങ് വെക്കും. കാര്യം ശരിയാണ്, ഇത് നമുക്കൊരു പാഷനാണ്. പിന്നെ അതുപോലെ നമുക്കൊരു ഇൻകം കിട്ടും, അതുപോലെ നമുക്ക് വീഡിയോസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഈ ഫ്ലാറ്റിലോട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു 8 മാസം കഴിഞ്ഞു. എന്നിട്ടും എനിക്കൊരു വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പം ജനുവരി മുതലാണ് പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ വീണ്ടും ഒരു ആഗ്രഹം തോന്നിയത്. അതും ഇങ്ങനെ ഒത്തിരി പേര് പറയും, ഇനി ഇട്ടുകൂടായോ എന്നൊക്കെ ചോദിക്കും. വ്ളോഗ് ഇടാനൊക്കെ കുറേ പേര് പറയും. വ്ളോഗൊക്കെ ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ്, ഒത്തിരി സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. ഇപ്പം ഞാൻ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ എനിക്ക് ഓക്കെ, നമുക്ക് ഒരു ദിവസം അങ്ങ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഇടാം. പക്ഷേ നമ്മൾ ജോലി ഉള്ള സമയത്ത് നമുക്കത് രണ്ടും കൂടെ നടക്കത്തില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ ഓക്കെ ഇങ്ങനെ ഇടാം. പിന്നെ അത് മാത്രമല്ല, വ്ളോഗിനെക്കാട്ടിലും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള വീഡിയോ ഇടുന്നതിലാണ് എനിക്ക് താല്പര്യമുള്ളത്. അപ്പം ഞാനൊരു റെസിപ്പി ഇടുവാണെങ്കിൽ എത്ര പേർക്കത് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ മറ്റുള്ളവർ നമുക്ക് തരുന്നൊരു വില നമ്മൾ അവർക്ക് തിരിച്ചതിന് കൊടുക്കണ്ടേ, തിരിച്ചതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിനൊരു വാല്യൂ നമ്മളും കൊടുക്കണം. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ഈ ജനുവരി 1 മുതൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഈ 15-ാം തീയതി വരെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ദിവസം അങ്ങാണ്ടൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് പക്ഷേ നമ്മുടെ നാട്ടിലൊരു പയ്യൻ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ മൈൻഡ് അങ്ങ് ഡൗൺ ആയിപ്പോയി. പിന്നെ ആ ഒരു ദിവസം വീഡിയോ ഇടാനൊരു മൂഡ് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ഇടാഞ്ഞത്. പിന്നെ എല്ലാ ദിവസങ്ങളിലെല്ലാം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇന്ന് ഞാനൊരു വീഡിയോ എടുത്തു, പക്ഷേ അത് ഇച്ചിരി ലാർജ് വീഡിയോ ആണ്. അത് എഡിറ്റ് ചെയ്ത് തീരുമ്പോഴത്തേക്ക് ഇവിടുത്തെ 7 PM ആവും. അപ്പോൾ അത് ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എന്നും വീഡിയോ ഇടും കേട്ടോ, അത് നിങ്ങളിനി പേടിക്കണ്ട. ദൈവം അനുവദിച്ചാൽ എനിക്ക് ആരോഗ്യവും ആയുസ്സും ഉണ്ടെങ്കിൽ എന്നും വീഡിയോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തരത്തില്ല, ഞാൻ ഇടയ്ക്ക് മുട്ടക്കറി, ചമ്മന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ടല്ലോ. അതെന്താണെന്നറിയോ? അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, അന്ന് എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസമായിരിക്കും. അന്നേരം ഒരു റെസിപ്പിയെങ്കിലും ഇട്ടിട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അന്ന് വലിയ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. ഇതേപോലെ ചെറിയ വീഡിയോസ് ആണെങ്കിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അന്നേരം ആ വീഡിയോ ഇടുന്നത് കേട്ടോ. അല്ലാതെ വേറെ നല്ല ഒരുപാട് റെസിപ്പികൾ കയ്യിലുണ്ടായിട്ടും അത് ഇടാൻ എനിക്കന്ന് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെന്താ വേറെ പറയുക? പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ബേസിക് റെസിപ്പീസൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്കത് ഓക്കെയാണോ? ചോറ് വേവിക്കുന്നത് കുക്കറിൽ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പം ചെയ്യാറുള്ളതൊക്കെ നല്ല രീതിയിലൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പിന്നെ ചിലപ്പോൾ വിചാരിക്കും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ല, അറിയാൻ വയ്യാത്തവരുമുണ്ട്, എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇനി ഏത് വീഡിയോസ് നിങ്ങൾക്ക് ഇടണമെന്നുള്ളത്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് എനിക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നേ അത് ഇടാമല്ലോ. അതിതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ നിങ്ങൾക്ക് വേണ്ട റെസിപ്പീസ്. നേരത്തെ എന്നോട് ഡക്ക് റോസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പീസ് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇടണമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാനങ്ങ് മടിച്ചതാണ് കേട്ടോ. അതൊക്കെ ഇനി ഇടാം. പിന്നെ നിങ്ങളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ള ബുക്കാണെന്നറിയോ? ഇത് മുഴുവൻ റെസിപ്പീസാണ്. ഇത് എങ്ങും യൂട്യൂബിലോ ഒരു വെബ്സൈറ്റിലോ എങ്ങും ഇല്ലാത്ത റെസിപ്പികളാണ്. ഇതെല്ലാം നമ്മൾ തനിയെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ഈ സ്പെഷ്യൽ ലിവർ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് അങ്ങനെയുള്ള റെസിപ്പികളില്ലേ, അതേപോലെ സ്പെഷ്യൽ റെസിപ്പികളാണ് ഇത് മുഴുവൻ. അപ്പോൾ എന്താ പറയുന്നത്, സ്പീഡിലങ്ങ് എഴുതി വെക്കും. പിന്നെ അത് നല്ല രീതിയിൽ വേറൊരു ബുക്കിലോട്ട് എഴുതി വെക്കും. ഇതിനകത്തൊക്കെ ഒരുപാട് പനീറിൻ്റെ റെസിപ്പീസൊക്കെ ഒരുപാട് ഇതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് ചിക്കൻ കറി റെസിപ്പീസും അങ്ങനെ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അങ്ങനെ എഴുതി വച്ചിരിക്കുന്ന ബുക്കുകൾ ഇത് ഒത്തിരി വർഷമായി കിച്ചൻ്റെ കബോർഡിലൊക്കെ ഇരുന്ന് ഇച്ചിരി പേപ്പറൊക്കെ അഴുക്കായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കളയാൻ പറ്റത്തില്ല, അതിൻ്റെ റൈറ്റിങ്സൊക്കെ അതുപോലെ ഉണ്ട്. പിന്നെ
ഇത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് മലയാളം ടൈപ്പ് ചെയ്തിട്ട്. ഇതെല്ലാം എൻ്റെ വെബ്സൈറ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന റെസിപ്പികളാണ്. ഇത് പഴയ റെസിപ്പികളാണ്. ഇതൊരു 400 റെസിപ്പീസ് ഉണ്ട്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. സ്നാക്സ് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് അതെല്ലാം ഒരു ലിസ്റ്റിൽ, നാടൻ സ്നാക്സും പിന്നെ കുറച്ച് കേക്ക്സിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ കേക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങുന്നൊരു സമയം, അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2007 ആ ഒരു കാലഘട്ടത്തിൽ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൺവെക്ഷൻ ഓവൻ വാങ്ങിച്ചത്. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേക്കിൻ്റെ റെസിപ്പികളും അങ്ങനെ കുറേ റെസിപ്പികളൊക്കെ അതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ റെസിപ്പീസ് എൻ്റെ അകത്ത് ഉണ്ട്. ഇതുകൂടാതെ ഈ ഒരു ബുക്ക് നിറച്ച്, അതായത് ഞാൻ ഇനി ഇടാനായിട്ടുള്ള റെസിപ്പീസ് നല്ല രീതിയിൽ, അതായത് ഫെയർ കോപ്പി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് കുറേ ഉള്ളത്. അപ്പോൾ ഞാനിത് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് എന്നും വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുള്ളതാണ്. അപ്പം ഞാനിപ്പം ഇടയ്ക്ക് ലീവൊക്കെ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവധിയൊക്കെ വരുന്നുണ്ട്. അന്നേരം ഇച്ചിരി വലിയ റെസിപ്പീസൊക്കെ ഇടയ്ക്ക് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് എന്ത് വേണമെങ്കിലും എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് ഇട്ട് തരാം. അപ്പം നിങ്ങളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഏതിടണം എന്തിടണം എന്നൊക്കെ. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന റെസിപ്പീസും ഇടയ്ക്കിടും. എന്തായാലും ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെ തുടർച്ചയായിട്ട് ഇട്ട് പോകാൻ തന്നെ എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കടലയുടെ ഒരു വറുത്തരച്ച കടലക്കറി, പിന്നെ ചിക്കൻ്റെ ഒരു പെരളിനൊക്കെ ഉണ്ടാക്കി. അതൊക്കെ തയ്യാറാക്കിയിട്ട് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, കമൻറ്റ് ചെയ്തിരുന്നു. പിന്നെ ഈ ചിക്കൻ പെരളിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കൻ കറിയൊക്കെ സാധാരണ പോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വരും, നോർമൽ ചിക്കൻ കറിയൊക്കെ. പിന്നെ ഞാൻ കളയത്തേ ഉള്ളൂ, പിന്നെയും ചൂടാക്കി ഉപയോഗിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ചിക്കൻ പെരളിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു പീസ് പോലും അധികം വരത്തില്ല. പക്ഷേ ഞാനൊന്നും സ്ഥിരമായിട്ട് ഉണ്ടാക്കാറില്ല, കാരണം തേങ്ങാപ്പാലൊക്കെ അതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ വറ്റിച്ചൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീണ്ടും ഈ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനിപ്പം ഈ പൊടിയുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, വീഡിയോക്കകത്ത് കാണിക്കാനേ, അളവൊക്കെ കാണിക്കാൻ കറക്റ്റായിട്ട് പൊടിയുപ്പ് തന്നെ ഇല്ലേ നല്ലതുകൊണ്ട്. പക്ഷെ അത് എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും ഹെൽത്തിനെ. പൊടിയുപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ BP ഒക്കെ കൺട്രോളാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഞാനിപ്പം വീണ്ടും ചോറൊക്കെ കഴിക്കുന്നത് കുറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, കുറച്ച് കഴിക്കുന്നുണ്ട്, അതിന് നിർത്തണം. എല്ലാവരും ലിമിറ്റിൽ പോകുന്നതല്ലേ നല്ലത്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലിരിക്കുമല്ലോ, നമ്മളെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ. പിന്നെ എന്നാ, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, എത്ര നേരം സംസാരിച്ചതൊന്നും അറിയത്തില്ല, എന്തൊക്കെയോ പറഞ്ഞു. എനിവേ, എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. പിന്നെ ഞാൻ ആദ്യത്തെ ദിവസം വീഡിയോ ഇട്ടപ്പോൾ 200 വ്യൂ ഒക്കെ ആദ്യം വന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ആരും കാണത്തില്ല. പക്ഷേ കുഴപ്പമില്ല, 1000 വ്യൂ ഒക്കെ ഒരു ദിവസമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കയറി വരും, ആൾക്കാരിൽ എത്തണ്ടേ, ഞാൻ വീണ്ടും വീഡിയോ ഇട്ടെന്ന് അറിഞ്ഞു വരണ്ടേ. അപ്പം ചില സമയത്ത് എനിക്ക് നല്ല ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ല. അപ്പം തമ്മിലൊക്കെ നല്ലൊരു ഫോട്ടോ പോലും കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴൊക്കെയായി വീഡിയോ ഡൗൺ ആയി പോകുന്നത്. അപ്പം അതൊക്കെ ശരിയാവും. അപ്പോൾ ഓക്കെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്.